പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഗുരുതരമായ അഴിമതി നടക്കുന്നുവെന്ന് കെ.ബി. ഗണേഷ് കുമാർ എം.എൽ.എ. നിയമസഭയിൽ. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച മന്ത്രി ഗണേഷ് കുമാറിന് പ്രേതബാധയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. ഗണേഷ് കുമാറിനെ പാർലമെന്ററി ബോർഡിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടി യോഗത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് യു.ഡി.എഫ് നേതാക്കൾ ഇക്കാര്യം ആവശ്യപ്പെട്ടു. എന്നാൽ ഗണേഷ് കുമാറിന്റെ പ്രസ്താവന കേരള കോൺഗ്രസ് ബിയുടെ നിലപാടല്ലെന്ന് ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയെ കാണേണ്ട യു.ഡി.എഫ് സംഘത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം ഗണേഷ് കുമാറിനെ ബാലകൃഷ്ണപിള്ളയെ ഒഴിവാക്കുകയും ചെയ്തു. ഗണേഷ് കുമാറിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. നിയമസഭയിൽ ഗണേഷ് കുമാർ നടത്തിയ വിവാദ അഴിമതി ആരോപണത്തിന് തൊട്ടുപിന്നാലെയാണ് മുന്നണി ഘടകകക്ഷി നേതാക്കളുടെ അടിയന്തര യോഗം നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വിളിച്ചു ചേർത്തത്. യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഗണേഷിന്റെ നടപടിയെ നിശിതമായി വിമർശിച്ചു. യോഗത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗ് പ്രതിനിധികളായ കുഞ്ഞാലിക്കുട്ടിയും കെ.പി.എ. മജീദും ഗണേഷിന്റെ ആരോപണം ഗൂഢലക്ഷ്യം മുമ്പിൽ കണ്ടുള്ളതാണെന്ന് ആരോപിച്ചു. ഗുരുതരമായ മുന്നണി മര്യാദാ ലംഘനമാണ് ഗണേഷിൽ നിന്നും ഉണ്ടായതെന്നും ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും ഇവർ പറഞ്ഞു. മുന്നണി മര്യാദ ലംഘിച്ച ഗണേഷിനെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും നേതാക്കൾ ആവശ്യമുയർത്തി. തീരുമാനം 15-ന് ചേരുന്ന യു.ഡി.എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും. കേരളത്തിലെത്തുന്ന കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ഘടകകക്ഷി നേതാക്കൾ നടത്താനിരുന്ന കൂടിക്കാഴ്ചയിൽ നിന്നും കേരള കോൺഗ്രസിനെ ഒഴിവാക്കണമെന്നും യോഗത്തിൽ ആവശ്യം ഉയർന്നു. ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ യോഗം മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കെ.പി.സി.സി. പ്രസിഡന്റ് വി.എം. സുധീരൻ, ചെന്നിത്തല എന്നിവരുമായി ടെലിഫോണിൽ സംസാരിച്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ കേരള കോൺഗ്രസിനെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഈ വിവരം ആർ. ബാലകൃഷ്ണപിള്ളയെ അറിയിക്കുകയും ചെയ്തു. അതേസമയം യു.ഡി.എഫിൽ ഗണേഷിന്റെ വെളിപ്പെടുത്തലുണ്ടാക്കിയ ആഘാതം തണുപ്പിക്കാൻ ഗണേഷിനെ തള്ളി ആർ. ബാലകൃഷ്ണപിള്ള തന്നെ രംഗത്തെത്തി. ഗണേഷിന്റെ നടപടി മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നും ഇതിൽ പാർട്ടിക്ക് പങ്കില്ലെന്നും ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. അപ്പോൾ എന്റെയും പാർട്ടിയുടെയും നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇന്ന് ഉന്നയിച്ചത് മുന്നണി മര്യാദകൾ ലംഘിക്കുന്നതും പാർട്ടി നടപടികൾ പാർട്ടിയുടെ തീരുമാനവും പാർട്ടിയുടെ അഭിപ്രായവും ലംഘിക്കുന്നതുമാണ്. പക്ഷേ ഈ പരുവത്തിൽ അവനെ ആക്കിയെടുത്തത് ഈ നേതാക്കന്മാർ തന്നെ. ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാതെ കൊണ്ടു നടന്ന് ഗണേഷ് കുമാറിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തവർ ഇപ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുക. എന്നാൽ നിയമസഭയിൽ ആരോപണമുന്നയിച്ച ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണം വെറും ബാലിശമാണെന്നും ഇതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള സംഘടനാശേഷി ലീഗിനുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ലീഗ് അത് അത്ര വലിയ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നില്ല. മാത്രമല്ല, അത്തരത്തിലുള്ള ആരോപണങ്ങൾ വല്ലതും വന്നാൽ അതിനെ നേരിടാനുള്ള സംഘടനാ ശക്തിയും രാഷ്ട്രീയ ശക്തിയും ഒക്കെ ലീഗിനുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യനയം അട്ടിമറിക്കാൻ ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നുവെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് വി.എം. സുധീരൻ. ഇതിന് കോടതി വിധികളെ അടിസ്ഥാനമാക്കുകയാണെന്നും മദ്യനയം ജനപക്ഷ തീരുമാനമനുസരിച്ച് ജനം വിധി എഴുതുമെന്നും വി.എം. സുധീരൻ ജനപക്ഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ഈ നയം പരാജയപ്പെടുത്താൻ ഒരു ഭാഗത്ത് കോടതി വിധികളിലൂടെ പല ശ്രമങ്ങളുണ്ടാകുന്നു. ജനകീയ ഗവൺമെന്റുകൾ അംഗീകരിച്ച് നടപ്പിലാക്കുന്ന നയങ്ങളെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ, ദുർബലമാക്കാൻ ഭരണഘടനയുടെ ഒരു സ്ഥാപനത്തിനും അത് ശ്രമിക്കുന്നത് ഉചിതമല്ല എന്ന് നമുക്കറിയാം. ഏതായാലും ആത്യന്തികമായി ജനകീയ കോടതിയാണ് വിധി പ്രഖ്യാപിക്കേണ്ടത്. സദാചാര പോലീസിനെതിരായ സമരരീതി മാറ്റുന്ന കാര്യം സംഘാടകർ പരിഗണിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ചുംബന സമരം പോലുള്ള സമരരീതികൾ പൊതുസമൂഹത്തിന് അംഗീകരിക്കാനാകില്ല. ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുനിരത്തിൽ കാണിക്കുന്നത് ശരിയല്ലെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ആശാ വർക്കർമാർ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചു. മാന്യമായ വേതനം പോലും നൽകാതെ തങ്ങളെ സർക്കാർ അപമാനിക്കുകയാണെന്ന് ആരോപിക്കുന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രവർത്തകർ. ആശമാർക്ക് നൽകാനുള്ള വേതന കുടിശ്ശിക നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ ആശമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. ആരോഗ്യമേഖലയിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തവരാണ് ആശാ വർക്കർമാർ. ആശമാർ സമരം ആരംഭിച്ച പശ്ചാത്തലത്തിൽ സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കുടിശ്ശികകൾ ഉടൻ നൽകാമെന്ന ഉറപ്പ് മാത്രമാണ് സർക്കാർ നൽകിയത്. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരക്കാരുടെ തീരുമാനം. വേതനം ഇന്നത്തെ സാഹചര്യത്തിൽ അനിയന്ത്രിതമായ വിലവർദ്ധനവ്, ജീവിത സാഹചര്യങ്ങൾ ദുസ്സഹമാകുന്നു. അപ്പോൾ ഈ വേതനത്തിൽ മുന്നോട്ട് പോകാനാവില്ല. 700 രൂപയാണ് ഇപ്പോഴത്തെ മാസ വരുമാനമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദിവസം 20 രൂപ
എങ്ങനെ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ സാധ്യമാകും? അതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചു തരണം, മിനിമം വേജസ് ഞങ്ങൾക്ക് തരണം. ഓണറേറിയം 1000 അല്ലെങ്കിൽ 900 ഒന്നും നിൽക്കാൻ ഞങ്ങൾക്കാവില്ല, ജീവിച്ചു പോകാനാവില്ല. അത് വർദ്ധിപ്പിച്ചു തരണം. ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് യാതൊരു മറുപടിയും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങളുടെ മിനിമം വേതനം 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ച് തരണം. ഞങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമാണ്. സംസ്ഥാന ബജറ്റിൽ ആശമാരുടെ ഓണറേറിയം 1000 രൂപയാക്കിയിരുന്നു. എന്നാൽ അതുപോലും നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ല. സമരത്തിന്റെ ഓരോ ദിനവും ഓരോ ജില്ലകളിൽ നിന്നുള്ളവരാണ് സമരപന്തലിൽ പങ്കാളികളാകുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ തിരുവനന്തപുരം അമ്പലമുക്ക് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. സിൻഡിക്കേറ്റ് ഫീൽഡ് ജനറൽ മാനേജർ ടി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. ചലച്ചിത്ര അക്കാദമിക്കെതിരെ PT കുഞ്ഞുമുഹമ്മദ് രംഗത്ത്. ചലച്ചിത്ര അക്കാദമി ജീർണിച്ച അവസ്ഥയിലാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അടിമുടി പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്നും PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. ചലച്ചിത്ര അക്കാദമി രൂപീകരണത്തിന് ശേഷം 2 മലയാളികളെ മാത്രമാണ് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറികളായി നിശ്ചയിച്ചത്. മലയാളികളിൽ യോഗ്യരായ നിരവധി പേരുണ്ടെന്നിരിക്കെ കൂടുതൽ പേരെ ജൂറിയിൽ അംഗമാക്കാൻ അക്കാദമിയുടെ കൊളോണിയൽ വിധേയത്വം അനുവദിച്ചില്ലെന്ന് PT കുഞ്ഞുമുഹമ്മദ് കുറ്റപ്പെടുത്തി. ചലച്ചിത്ര അക്കാദമി ഒരു മലയാള സിനിമയെപ്പോലും പ്രോത്സാഹിപ്പിക്കുകയോ IFFKക്ക് പുറത്തു നടക്കുന്ന അന്തർദേശീയ ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയോ ചെയ്തില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്നും വന്ന ജൂറി അംഗങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സിനിമകൾ വിലയിരുത്തി സ്വന്തം ഇഷ്ടപ്രകാരം അവാർഡുകൾ വിതരണം ചെയ്യാൻ അക്കാദമി അവസരമുണ്ടാക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിൻ്റെ നിർണയം പരിശോധിക്കുമ്പോഴും അടിമ മനോഭാവം അക്കാദമി ഭരിക്കുന്നവരുടെ നിലപാടുകളിൽ കാണാൻ കഴിയുമെന്നും PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. ചലച്ചിത്ര അക്കാദമി സഞ്ചരിക്കേണ്ട പാതയിൽ നിന്ന് ബഹുദൂരം മാറി ജീർണിച്ച ഒരു സ്ഥാപനമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ ചലച്ചിത്ര അക്കാദമി മാറിപ്പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യണം. ചലച്ചിത്ര അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് പുനഃപരിശോധിക്കണം എന്ന അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ അപ്രസക്തമായ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ച് സമയം കളയുന്ന പരിപാടി അക്കാദമി ഉപേക്ഷിക്കണമെന്നും PT കുഞ്ഞുമുഹമ്മദ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനം ആരംഭിച്ച് 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വരുമാനം 77,25,00,000 രൂപ കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ ലഭിച്ചതിനേക്കാൾ 10 കോടി അധികം വരുമാനമാണ് ഇത്തവണ ലഭിച്ചത്. കാണിക്ക ഇനത്തിൽ 27,65,00,000 രൂപയും അരവണ വിറ്റഴിച്ചതിലൂടെ 31,33,00,000 അപ്പം വിറ്റഴിച്ചതിലൂടെ 5,75,00,000 ലഭിച്ചതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഭക്തജനങ്ങളുടെ എണ്ണത്തിലും 10% വർധനയുണ്ടായതായും കണക്കുകൾ വ്യക്തമാക്കുന്നു.